പച്ചമാങ്ങ കൊണ്ട് 2 തരത്തിൽ ഞൊടിയിടയിൽ ഒരു കറി ഉണ്ടാക്കിയാലോ? അതിന് ആവശ്യമായ ചേരുവകൾ: പച്ചമാങ്ങ ഒരെണ്ണം, കാന്താരിമുളക് അല്ലെങ്കിൽ കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക്, കാന്താരിമുളക് ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ്, ഇല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ. ഉപ്പ്, എണ്ണ, ഉള്ളി. അല്ലെങ്കിൽ കാന്താരിമുളകിനും പച്ചമുളകിനും പകരം വറ്റൽമുളക് ഉപയോഗിച്ചും ഈ കറി ഉണ്ടാക്കാം. എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. പച്ചമാങ്ങ ഈ സൈസിൽ അരിഞ്ഞതും ഒരു 15 ഉള്ളിയും കാന്താരിമുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് എടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. കാന്താരിമുളക് വെച്ചുള്ള മാങ്ങാക്കറി റെഡി ആയിരിക്കുന്നു. രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് പച്ചമുളകിനോ അല്ലെങ്കിൽ കാന്താരിമുളകിന് പകരം വറ്റൽമുളകാണ് ഇവിടെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. വറ്റൽമുളക് ഞാനിവിടെ 6 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള വറ്റൽമുളകാണിത്. ഓരോരുത്തർ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് എരിവിനനുസരിച്ച് വറ്റൽമുളക് എടുക്കുക. മാങ്ങായും വറ്റൽമുളകും ഒരു 15 ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമായ ഈ 2 തരത്തിലുള്ള മാങ്ങ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.